ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون. മസല ഇതാണ്, ഒരു വ്യക്തി ബോധപൂർവം നിസ്കാരം എന്ത് ചെയ്ത് ഒഴിവാക്കി. ഇപ്പം മടി, അലസത, അങ്ങനെയൊക്കെ നിസ്കാരം ഒഴിവാക്കി. കുറേ നിസ്കാരങ്ങൾ അയാൾക്ക് അങ്ങനെ പഴയിക്കണം. അപ്പോൾ അയാളിപ്പോൾ തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ നിസ്കാരം ഖദാ വീട്ടണോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു വിഷയം പണ്ഡിത ലോകത്ത് ചർച്ചയുള്ളൊരു വിഷയമാണ്. ഒരാൾ തൻ്റെ പൂർവ്വകാലത്ത് നിസ്കാരങ്ങളൊക്കെ പാഴാക്കി. അയാൾക്ക് ബോധമുണ്ട്, രോഗിയൊന്നുമല്ല, ബോധമുണ്ട്. പക്ഷേ അലസനായി, മടിയനായിട്ട് ഒരാൾ നിസ്കാരം വാജിബാണെന്നുള്ളത് നിഷേധിച്ച അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മുർത്തദ്ദാണ്. അതേസമയം ഒരാൾ അയാൾക്ക് ബോധമുണ്ട് നിസ്കരിക്കണം എന്നുള്ളത്, പക്ഷേ അയാൾ അലസനായിട്ട് നിസ്കാരം ഒഴിവാക്കി. അങ്ങനെയുള്ളൊരു വ്യക്തി അയാൾ തൗബ ചെയ്യുമ്പോൾ അയാൾ നന്നായാൽ പിന്നെ അയാൾ ഈ നിസ്കാരം ഖളാ വീട്ടേണ്ടതുണ്ടോ ഇല്ലേ, പൂർവ്വകാലത്തുള്ള നിസ്കാരം ഖളാ വീട്ടേണ്ടതുണ്ടോ ഇല്ലേ, അതിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് വീക്ഷണമാണുള്ളത്. ഒന്ന്, എല്ലാ നിസ്കാരവും അയാൾക്ക് നഷ്ടപ്പെട്ട എത്ര നിസ്കാരം ഉണ്ടോ അതിന് എത്ര ദിവസത്തെ നിസ്കാരമാണെങ്കിലും അത് ഖളാ വീട്ടണം എന്നുള്ളത്. അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും വീക്ഷണം. മനസ്സിലായി? ഭൂരിപക്ഷ പണ്ഡിതന്മാരും അങ്ങനെയാണ്. ഇമാം ഷാഫിഈ, അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, മാലിക് ബിൻ അനസ് അൽ അസ്ബഹി, അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി, അവരൊക്കെ പറഞ്ഞത് എത്ര നിസ്കാരം പാഴായിട്ടുണ്ട് അത്രയും നിസ്കാരം എന്ത് ചെയ്യണം, അയാൾ ഖളാ വീട്ടണം എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ പറഞ്ഞ വീക്ഷണം, അത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പിൽക്കാല ഹംബലി ഫുഖഹാക്കൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അയാൾ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല, നിസ്കാരം അയാൾ ഖളാ വീട്ടേണ്ട. പിന്നെയോ അയാൾ തൗബ ചെയ്ത് സൽപ്രവർത്തികൾ അനുഷ്ഠിച്ച് നിസ്കാരം പിന്നെ പാഴാക്കാതെ അയാൾ എന്ത് ചെയ്യുക, ആ ശിഷ്ടകാല നിസ്കാരം പാഴാക്കാതെ ജീവിക്കുകയാണ് വേണ്ടത്. നഷ്ടപ്പെട്ടത് അയാൾ എന്ത് ചെയ്യുന്നത് അയാൾ ഖളാ വീട്ടേണ്ട. കാരണം അയാൾ ഖളാ വീട്ടിയിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം അയാളുടെ ഇത് സ്വീകാര്യാവില്ല എന്നുള്ളതാണ്. അതിന് ശരിയോട് അടുത്ത അഭിപ്രായം ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതാണ്. എന്തുകൊണ്ട്? ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ ഫർളാക്കിയത് എങ്ങനെയാണ്? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിസ്കാരം വിശ്വാസികളുടെ മേൽ സമയബന്ധിത ഫർളാണ്. അപ്പം സമയബന്ധിത ഫർളാകുമ്പോൾ സമയം ആകണീൻ്റെ മുമ്പ് നിസ്കരിച്ചാൽ ശരിയാകുമോ? ഇല്ല. അതേപോലെ തന്നെ സമയം കഴിഞ്ഞ് നിസ്കരിച്ചാലും ശരിയാകില്ല. ഒരാൾക്ക് ബോധമുണ്ട്, നിസ്കാര സമയമാണെന്നറിയാം, എന്നിട്ട് അയാൾ ബോധപൂർവ്വം നിസ്കാരത്തെ പിന്തിപ്പിക്കുകയാണ്. അപ്പോൾ സമയം ആണീൻ്റെ മുമ്പ് നിസ്കരിച്ചാൽ ശരിയാകാത്തത് പോലെ തന്നെ സമയം കഴിഞ്ഞിട്ട് നിസ്കരിച്ചാലും അയാളുടേത് എന്താവില്ല, ശരിയാവില്ല. മനസ്സിലല്ലേ? അസലിൽ ശരിയാകാത്ത ഒന്നിനെ പിന്നെ ഖളാ വീട്ടിയിട്ടുണ്ടെങ്കിലും അത് ഖളാ വീട്ടേണ്ട കാര്യമില്ല, അത് ശരിയാവില്ല. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ രണ്ടാമത്തെ തെളിവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ സമയം പഠിപ്പിക്കാൻ 2 തവണ ജിബ്രീൽ വന്നു. ഒരു ദിവസം വന്നിട്ട് ആദ്യ സമയം നിസ്കരിച്ച് കാണിച്ച്, പിന്നെ ഒരു ദിവസം വന്നിട്ട് അവസാന സമയവും ഇത് നിസ്കരിച്ച് കാണിച്ച്. നിസ്കാരത്തിൻ്റെ 2 സമയം, തുടക്കവും ഒടുക്കവും കാണിച്ചിട്ട് യാ മുഹമ്മദ് അസ്സലാത്തു ബൈന ഹാദൈൻ എന്ന് ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു. മുഹമ്മദേ, നിസ്കാരം ഇതിൻ്റെ 2ൻ്റെ ഇടയിലാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ദിവസം കാണിച്ചു തന്നല്ലോ തുടക്ക ടൈം, പിന്നെ ഒടുക്ക ടൈം കാണിച്ചത്, ഇതിനിടയിലാണ് നിസ്കരിക്കേണ്ടത് എന്ന് ജിബ്രീൽ പറഞ്ഞു. അപ്പോൾ അത് സമയാണിന് മുമ്പും പറ്റൂല, സമയത്തിന് ശേഷവും കഴിഞ്ഞതിന് ശേഷവും പറ്റൂല. കാരണം ജിബ്രീൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ട് ടൈം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നിന്ന് തെറ്റിയിട്ടൊരു നിസ്കാരം ഇല്ല എന്നുള്ളതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു തെളിവ്, മൻ അദ്റക റകഅതൻ മിനൽ സലാത്തിൽ അസ്രി ഖബ്ല അൻ തഗ്റുബ അശംസ് ഫഖദ് അദ്റകൽ അസ്ർ വമൻ അദ്റക റകഅതൻ മിൻ സലാത്തിൽ ഫജ്രി ഖബ്ല അൻ തത്ലുഅ അശംസ് ഫഖദ് അദ്റക സുബ്ഹ്, അല്ലെങ്കിൽ ഫഖദ് അദ്റക സലാ. സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് അസർ നമസ്കാരത്തിൻ്റെ 1 റക്അത്ത് ലഭിച്ചവന് അസർ നമസ്കാരം കിട്ടി. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്
സുബഹി നമസ്കാരത്തിൻ്റെ ഒരു റക്കായത്ത് കിട്ടിയവന് സുബഹി നിസ്കാരവും കിട്ടി. അതിൻ്റെ ഇപ്പം എന്താ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു റക്കായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടി? അസ്ർ നിസ്കാരം കിട്ടി. ഉദിക്കുന്നതിന് മുമ്പ് സുബൈൻ്റെ ഒരു റക്കായത്ത് കിട്ടിയവന് എന്ത് കിട്ടി? സുബൈ കിട്ടി. അതിൻ്റെ മഫ്ഹൂം എന്താ? അസ്തമിച്ചതിന് ശേഷമാണ് ഒരു റക്കായത്ത് കിട്ടണമെങ്കിൽ അയാൾക്ക് എന്തില്ല? അസറില്ല. ഉദിക്കുന്നതിന് ശേഷമാണ് ഒരു റക്കായത്ത് കിട്ടണമെങ്കിൽ അയാൾക്ക് എന്തില്ല? സുബഹിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ബലവത്തായ തെളിവുകളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ സമയം തെറ്റി നിസ്കരിക്കുന്നവൻ ബോധപൂർവം അയാൾക്ക് എന്തില്ല? അയാളുടെ നിസ്കാരം അസാധുവാണ്, അയാൾ നിസ്കരിച്ചിട്ട് കാര്യമല്ല. പിന്നെ അയാൾ തോപ ചെയ്യണം, നന്നാവണം. അയാൾക്കും തോപയ്ക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ അയാൾ എന്ത് ചെയ്യണം? സൽപ്രവർത്തികൾ അനുഷ്ഠിച്ചിട്ട് തൻ്റെ തോബയെ സത്യസന്ധമാക്കുക, സൃഷ്ടകാല നിസ്കാരം പാഴാക്കാതെ ജീവിക്കുക. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ? പിന്നെ അവർ പറഞ്ഞത് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനാണ്, അയാൾക്ക് വാജിബ് നഷ്ടമായി, പിന്നെ അയാൾ തോപ ചെയ്യുകയാണെങ്കിൽ നഷ്ടപ്പെട്ടത് അയാൾ എന്ത് ചെയ്യട്ടെ? വീണ്ടെടുക്കട്ടെ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കട്ടെ എന്നാണ്. പക്ഷേ ഇവിടെ നഷ്ടപ്പെട്ടത് എങ്ങനെ? ഇപ്പോൾ ഒരാളെന്ത് ചെയ്ത് ദുഹറിന് മുമ്പ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം സ്വീകാര്യമാകുമോ? ശരയ്യായിട്ട് പരിഗണിക്കപ്പെടുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് ശേഷം നിസ്കരിക്കണം, ശരയ്യായിട്ട് പരിഗണിക്കപ്പെടില്ല. അതേപോലെ തന്നെ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറന്നവനെക്കുറിച്ചും ഉറങ്ങിയവനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മൻ നാമ അൻ സ്വലാത്തിൻ ഔ നസിയഹ ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ. ഒരാളൊരു നിസ്കാരത്തിൽ തൊട്ട് ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മറന്നുപോയി എങ്കിൽ അവൻ്റെ നിസ്കാര സമയം എപ്പോഴാണ്? ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ. അവൻ ഓർക്കുമ്പോൾ നിസ്കരിക്കട്ടെ എന്നാണ്. ആരെക്കുറിച്ച് പറഞ്ഞത്? മറന്നവനെക്കുറിച്ചും ഉറങ്ങിയവനെക്കുറിച്ചും. അപ്പം മറന്നവനും ഉറങ്ങിയവനും ഓർമ്മ വരുമ്പോഴാണ് നിസ്കരിക്കേണ്ടത്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് അപ്പോൾ ഓർക്കണൊരു മനുഷ്യൻ മറന്നിട്ടുമില്ല ഉറങ്ങിയിട്ടുമില്ല, അപ്പോൾ അയാൾ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യട്ടെ? അയാളത് കളാ വീട്ടട്ടെ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. കാരണം എന്താ? മറന്നവനും ഉറങ്ങിയവനും അവർക്ക് ശറയ്യായിട്ട് ഉഴവറുണ്ട്, ഒഴിവുകഴിവുണ്ട്. കാരണം എന്താ? ഒരാൾ മറന്നുപോയി, ഒരാൾ ഉറങ്ങിപ്പോയി. അപ്പോൾ അത്തരം ആളുകളുടെ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? അവർ ഉണരുമ്പോൾ ഓർമ്മ വരുമ്പോഴാണ്. അവരുടെ അദാഇൻ്റെ സമയം. അവർ ബോധപൂർവ്വം നിസ്കാരം ഒഴിവാക്കിയതല്ല, പിന്നെയോ മറന്നു പോയതാണ്, ഉറങ്ങിപ്പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തഖ് യുദ്ധ ദിവസം പകലിന് നിസ്കാരം നിസ്കരിച്ചത് എപ്പോഴാണ്? സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ്. അസർ നിസ്കരിച്ച് മറന്നില്ലേ? ദൂറ് മറന്നില്ലേ? എങ്ങനെ മറന്നത്? യുദ്ധത്തിൽ വ്യാപൃതനായി. കാരണം എന്താ? യുദ്ധത്തിൽ വ്യാപൃതനാകാന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങളൊന്നുമായിട്ട് വന്നിട്ട് മദീനയെ വളഞ്ഞു നിൽക്കുകയാണ്. ആ പട വെറുതെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മദീന തീരും. അപ്പോൾ പേടിച്ചരണ്ട് വസുൽസിലു സിൽസാനും ഷദീദ, കിടുകിട വിറപ്പിക്കപ്പെട്ടു. ബലഗത്തിൽ ഖുലൂബുൽ ഹനാജർ, കൽബുകൾ ഇവിടെ എത്തി, ചങ്കിലെത്തി. അങ്ങനത്തെ ഭീതിയാണ് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? അസ്ർ നിസ്കാരം മറന്ന് അസ്തമിച്ചതിന് ശേഷം നിസ്കരിച്ചത്. മനസ്സിലായി? അതുകൊണ്ടാണ് റസൂലുള്ള വളരെ ഗൗരവത്തിൽ പറഞ്ഞത്, മല അല്ലാഹു ബുയൂതഹും വ ഖുബൂറഹും നാറ കമാ ശഗലൂന അനി സ്വലാത്തിൽ വുസ്ത. ഈ പിന്നെ സഖ്യസേന അവിശ്വാസികൾ അവരുടെ ഖബറുകളും വീടുകളും അല്ലാഹു തീനാൽ നിറക്കട്ടെ. അവർ നമ്മളെ സലാത്തുൽ വുസ്തയെ തൊട്ട് അശ്രദ്ധമാക്കി. സലാത്തുൽ വുസ്ത അവിടെ അസ്ർ നിസ്കാരം. അപ്പോൾ അസ്ർ നിസ്കാരം റസൂൽ നിസ്കരിച്ച അസ്തമിച്ചതിന് ശേഷമാണ്. അതെന്തുകൊണ്ടാണ്? ആ നിസ്കാരത്തെ തൊട്ട് എന്ത് ചെയ്തു? അശ്രദ്ധമായി പോയി എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിസ്കരിക്കാനുള്ള ടൈം എപ്പോഴാണ്? ഓർമ്മ വരുമ്പോഴാണ്. അത് ഒഴിവുകഴിവുള്ളവരുടെ വിഷയത്തിലാണ്. ഒരാൾ ബോധപൂർവം നിസ്കാരം പാഴാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒഴിവുകഴിവുണ്ടോ? ശറയായിട്ട് ഒഴിവുകഴിവില്ല. അതുകൊണ്ട് തന്നെ അവർ കളാ വീട്ടിയിട്ട് അത് കബൂലാവില്ല. കളാ വീട്ടിയാൽ കബൂലാവില്ല. എന്താ വേണ്ടത്? തൗബ ചെയ്യുക, എന്നിട്ട് പിന്നീട് പുണ്യപ്രവൃത്തികൾ അനുഷ്ഠിച്ച് സൽപ്രവൃത്തികൾ പെരുപ്പിച്ചിട്ട് നിസ്കാരം പിന്നീട് പാഴാക്കാതെ ജീവിക്കുക. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അഭിപ്രായം. ആ അഭിപ്രായത്തിനാണ് തെളിവിൻ്റെ ബലം. മനസ്സിലായില്ലേ? പറയുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം പിന്നെ ഹംബലി ഫുഖഹാക്കളിലാണ് എണ്ണപ്പെടുക. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ വീക്ഷണത്തോട് വരെ ഷെയ്ഖുൽ ഇസ്ലാമിന് ഈ വിഷയത്തിൽ വിയോജിപ്പാണ്. അതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പ്രകടിപ്പിച്ച ഈ അഭിപ്രായങ്ങൾ വളരെ ബലപ്പെട്ടതായത് കാരണത്താൽ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ബലപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? ആരുടെ വാക്ക് എന്നുള്ളതല്ല, പിന്നെ അവരുടെ തെളിവ്. അതാണ് നമ്മൾ ഒരു വിഷയത്തിൽ നോക്കുക. തെളിവ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ പക്ഷത്തായത് കാരണത്താലാണ് ആ വീക്ഷണത്തെ ബലപ്പെടുത്തിയത്. ഇതാണ് അതിൽ പറയാനുള്ളത്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ്.